റൊസാരിയം വിത്താലെ 2025 ഒക്ടോബർ 5. പരിശുദ്ധ ജപമാല പ്രാർത്ഥനയുടെ ആരംഭത്തിലുള്ള നന്മ നിറഞ്ഞ പറയുമേ പ്രാർത്ഥനയിൽ മൂന്നാമതായി നമ്മൾ പ്രാർത്ഥിക്കുന്നത് സ്നേഹമെന്ന പുണ്യത്തിനാണ്. ദൈവസ്നേഹത്തിൽ ജ്വലിച്ചിരുന്ന വിശുദ്ധ കൊച്ചുത്രേസ്യ പറയുന്നത് എൻ്റെ ദൈവവിളി സ്നേഹമാണെന്നാണ്. പരിശുദ്ധ അമ്മ ദൈവസ്നേഹത്തിൻ്റെ പൂർണ്ണതയാണ്. പുണ്യചരിതനായ പരിശുദ്ധ പിതാവ് ബെനഡിക്ട് 16 പാപ്പ സ്പേസ് സാൽവി എന്ന ചാക്രിക ലേഖനത്തിൽ പറയുന്നത് നമ്മെ സ്നേഹമെന്ന പുണ്യത്തിലേക്ക് നയിക്കാൻ ശക്തിയായ വ്യക്തിയാണ് പരിശുദ്ധ മറിയം എന്നാണ്. മാതാവിൻ്റെ വിശുദ്ധൻ എന്ന് വിശേഷിപ്പിക്കുന്ന വിശുദ്ധ ലൂവീസ് മോൺഫോർട്ട് പറയുന്നത് ഈശോയെ സമീപിക്കാനുള്ള ഏറ്റവും സുരക്ഷിതവും എളുപ്പവും ഹ്രസ്വവും പൂർണ്ണവുമായ മാർഗമാണ് പരിശുദ്ധ മറിയം. എന്തെന്നാൽ അവൾ സ്നേഹത്താൽ നിറഞ്ഞിരിക്കുന്നു. അതുപോലെ പൂർണ്ണ സ്നേഹമായ ഈശോയിലേക്ക് നമ്മെ നയിക്കുകയും ചെയ്യുന്നു എന്നാണ്. പരിശുദ്ധ മറിയത്തിലുള്ള സ്നേഹമെന്ന പുണ്യം 3 രീതിയിൽ മനസ്സിലാക്കാമെന്നാണ് വിശുദ്ധ അൽഫോൻസ് ലിഗോരി പഠിപ്പിക്കുന്നത്. ദൈവത്തോടുള്ള സ്നേഹം, അയൽക്കാരോടുള്ള സ്നേഹം, കുരിശിലുള്ള സ്നേഹം. ഇതിൽ ദൈവത്തോടുള്ള പരിശുദ്ധ മറിയത്തിന്റെ സ്നേഹത്തെക്കുറിച്ച് ഇന്ന് വിചിന്തനം ചെയ്യാം. വിശുദ്ധ ബെർണർഡിൻ പറയുന്നത് ദൈവത്തോടുള്ള സ്നേഹത്തിൽ പരിശുദ്ധ മറിയം സകല മാലാഖമാരെയും എല്ലാ മനുഷ്യരെയും അതിജീവിച്ചു എന്നാണ്. പരിശുദ്ധ മറിയത്തിന്റെ ദൈവസ്നേഹത്തിന്റെ പൂർണ്ണത നമുക്ക് ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ എന്ന ഏറ്റുപറച്ചിലിൽ കാണാനാകും. പരിശുദ്ധ മറിയത്തിലുള്ള ഈ ദൈവസ്നേഹാഗ്നി വെറും അനുസരണം മാത്രമല്ല, മറിച്ച് സ്നേഹത്തിലുള്ള സമർപ്പണമാണ്. നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കുക എന്ന കർത്താവിൻ്റെ വചനത്തിൻ്റെ സാക്ഷാത്കാരമാണ് ഈ സമർപ്പണം. വിശുദ്ധ ജെറോം പഠിപ്പിക്കുന്നത് പരിശുദ്ധമായ സ്നേഹത്തീജ്വാലയിൽ കത്തിയമരാൻ പരിശുദ്ധ മറിയം പരിപൂർണമായി ഒരുങ്ങിയിരുന്നുവെന്നാണ്. ഇതുപോലെ ദൈവസ്നേഹത്താൽ നിറയാൻ, പരിപൂർണമായി സമർപ്പിക്കാൻ മാതാവിനെ പോലെ നമുക്കും തയ്യാറാകാം. വിശുദ്ധ സോഫ്രീനൂസ് പറയുന്നത് ഭൗമികമായതൊന്നും പരിശുദ്ധ കന്യയുടെ സ്നേഹത്തിൽ പ്രവേശിക്കാതിരിക്കത്തക്കവണ്ണം ദൈവിക സ്നേഹം നാഥയെ കത്തി ജ്വലിപ്പിച്ചു എന്നാണ്. ദുഷ്കരവും വെല്ലുവിളി നിറഞ്ഞതുമായ മാതാവിൻ്റെ സമർപ്പണം നമ്മിൽ വളരാൻ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം നമുക്ക് അപേക്ഷിക്കാം. വിശുദ്ധ ഫ്രാൻസിസ് സാലസ് പറയുന്നത് പോലെ സ്നേഹത്തിൻ്റെ രാജ്ഞിയായ പരിശുദ്ധ മറിയത്തെ നമ്മളിൽ ദൈവസ്നേഹം നിറയാനായി വിളിച്ചപേക്ഷിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവസ്നേഹത്തിൻ്റെ വിളനിലമായ പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവസ്നേഹം നിറയാനായി പ്രാർത്ഥിക്കണമേ. ആവേ മരിയ.